നമ്മുടെ ആന്തരിക ശക്തിയെ വേഗം ഉണർത്തുന്നതിന് ബീജാക്ഷരി മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ക്ലീം ഹ്രീം ശ്രീം ഗ്ലൗം എന്നൊക്കെ പറഞ്ഞു വരും. അതിൽ ഏത് ഘടകമാണ് നമുക്ക് ഉയരേണ്ടത്, അതിനനുസരിച്ചുള്ള മന്ത്രം നമ്മൾ നേടിയെടുക്കണം. മന്ത്രോപാസനയ്ക്ക് മന്ത്രോപദേശം സ്വീകരിക്കുമ്പോൾ ഈ മന്ത്രദീക്ഷ എന്നൊക്കെ പറയും. പലപ്പോഴും മന്ത്രോപദേശം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കൂടുതൽ ഉൾക്കൊള്ളുന്നത്. അപ്പം മന്ത്രദീക്ഷ എൻ്റെ അനുഭവം തന്നെ അതിനകത്ത് വ്യക്തമാക്കേണ്ടതുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ ഉപദേശം തന്ന മന്ത്രം ഹ്രീം മാത്രമുള്ള മന്ത്രമാണ് ഈ ജന്മത്തിൽ. അപ്പോൾ ഹ്രീം മന്ത്രം ജപിക്കുക, ഹ്രീം ചേരുന്ന ക്രീം അല്ല, ക്രീം എന്ന് പറഞ്ഞൊരു ഭദ്രകാളിക്കൊരു മന്ത്രം ഉണ്ട്, അതല്ല ഹ്രീം, ഹായുടെ ഹ്രീം എന്ന മന്ത്രം വെച്ചിട്ടുള്ള ഒരു ഉപാസനാ മന്ത്രമാണ് പറയുന്നത്. ഹ്രീം ആണ് അതിനകത്ത് ബീജാക്ഷരം വരുന്നത്. അത് ജപിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കഴിവുകളും കാര്യക്ഷമതയും ഒക്കെ കൂടി. പക്ഷെ ആ മന്ത്രത്തിലൂടെ നമുക്ക് സർവ്വ അഭീഷ്ടങ്ങളും ഉണ്ടാകും എന്നാണ് എല്ലാവരുടെയും വെയ്പ്പെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ കോടി ജപിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒരുപാട് സാധ്യതകൾ ഉണർന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെയേറെ വിജയത്തിലാണ് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ 1000-ലൊരു അംശം പോലും നിർവഹിക്കാത്തവർക്ക് എന്താണ് സാമ്പത്തികമായിട്ട് ഉയർച്ചയും മറ്റു പലതരത്തിലുള്ള ഉയർച്ചയും വരുന്നതെന്ന് അസൂയാലൊന്നും അല്ല ചിന്തിച്ചത്. അതിനൊരു അത്ഭുതം എനിക്കുണ്ടായിട്ടുണ്ട്. എന്താണ് ഇവരുടെ പിന്നിൽ ഇവരെ സാമ്പത്തികമായി ഉയർത്താനുള്ള കാര്യം? അവർ മനഃശാസ്ത്രപരമായി നീങ്ങുന്ന പോലും എൻ്റെ അത്രയും സൂക്ഷ്മതയിലല്ല. കാരണം ഞാൻ ഓരോ നിമിഷത്തെ നീക്കങ്ങളെയും പഠിച്ചു നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നീക്കമില്ല. ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ വളരെ വികലമാണ് ഓരോരുത്തർക്കും. എന്നിട്ടും അവരെങ്ങനെയാണ് സമ്പന്നരാകുന്നത്? ജീവിതത്തിനോട് വളരെ സൂക്ഷ്മത പുലർത്തുന്നില്ല, എന്നിട്ടും എങ്ങനെയാണ് അവർക്ക് സാമ്പത്തികമായി വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഇരുന്നപ്പോഴാണ് ഞാൻ നാഡീ ജ്യോതിഷത്തിലും ചോദിച്ചപ്പോഴൊരു പോയിന്റ് പറഞ്ഞിരുന്നു. ഈ ഹ്രീം എന്നുള്ള മന്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഹ്രീം ഏതൊക്കെ തരത്തിലുള്ള ഗുണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഞാനപ്പോഴും അതിനു മുമ്പ് തന്നെ ഒരു ഗവേഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്ലീം ഹ്രീം ശ്രീം എന്നൊക്കെ ഉള്ളതിൽ ഓരോ മന്ത്രത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. ആന്തരികമായിട്ടുള്ള അനന്ത സാധ്യതകളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഹ്രീം എന്ന മന്ത്രം വെച്ചിരിക്കുന്നത്. ഹ്രീം മാത്രം വരുന്ന മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അനന്തകോടി സാധ്യതകൾ അവർക്ക് പുറത്തേക്ക് വരികയും അതിനനുസൃതമായ ജീവിതം കെട്ടിപ്പടുക്കാനൊക്കെയും ചെയ്യും. പക്ഷെ അവിടെ സാമ്പത്തികമായിട്ടുള്ള മോഹമോ ഒന്നും കാണണമെന്നില്ല. എന്നാൽ ജന്മസിദ്ധമായിട്ട് സാമ്പത്തിക മോഹമുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ശ്രദ്ധയുള്ള സമ്പത്തിനോട് അഭിനിവേശമുള്ള ആളുകൾ ഹ്രീം ചേർന്ന മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടിരുന്നാലും വലിയ ദോഷം ഉണ്ടാവുകയില്ല. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ ഒരംശം പോലും ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ഹ്രീം മാത്രമുള്ള മന്ത്രം ജപിക്കാൻ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവർ സാമ്പത്തികമായി രക്ഷപ്പെടാനേ പോകുന്നില്ല. ഈ ഹ്രീം മാത്രം ജപിക്കുന്നവർ സാമ്പത്തികമായ ശ്രദ്ധ ജന്മസിദ്ധമായിട്ടേ പൂർവ്വജന്മകൃതമായിട്ടേ ഉള്ളവരോ, കാരണം പൂർവ്വജന്മത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിലെങ്കിലും പണം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചായിരിക്കും ജനിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ളവരോ അല്ല എങ്കിൽ പണം ഉണ്ടാകുന്നതിനെ കുറിച്ച് നിരന്തരമായി ചിന്തിച്ചോ മറ്റുള്ളവർ പറഞ്ഞോ കേട്ട് ആ ഒരു ബുദ്ധി വന്നിട്ടുള്ളവർക്കോ ഹ്രീം മാത്രമുള്ള മന്ത്രം ജപിച്ചാലും ബീജാക്ഷരങ്ങൾ ഹ്രീം മാത്രമേ അടങ്ങുന്നുള്ളൂ എങ്കിൽ പോലും അവർക്ക് സാമ്പത്തികം പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായ യാതൊരുവിധ ബോധവും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക്, അതിനെക്കുറിച്ചുള്ള താല്പര്യമില്ലാതിരിക്കുന്ന ആൾക്ക് ബീജാക്ഷരിയായി ഹ്രീമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ സാമ്പത്തിക ക്ലേശം അതിൻ്റെ പരമകോടിയിലേക്ക് എത്തും. അവർ ഹ്രീം മാത്രമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ ഹ്രീമിൻ്റെ പൊതുവായ സ്വഭാവം ആന്തരികമായ അനന്തമായ ശക്തികളും വൈഭവങ്ങളും സിദ്ധിവിശേഷങ്ങളും ഉണർത്തുമെങ്കിലും സാമ്പത്തിക ക്ലേശം മാറ്റാനുള്ള സാധ്യത അവിടെ ഇല്ലെന്നുള്ളതാണ്. അതിന് നമ്മൾ പരിഹാരമായി ചെയ്യേണ്ടത് ക്ലീം ചേർത്തുമെന്ന്. ക്രീം എന്ന് പറയുന്നത് ഒരു കാളി മന്ത്രമാണ്, അതല്ല. ഹ്രീം ചേർത്ത മന്ത്രങ്ങൾ അനന്ത സാധ്യതകൾ, ഒരാളിൻ്റെ അത്ഭുതകരമായ അഭവമായ ശേഷികളെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് ക്ലീം എന്ന മന്ത്രവും കൂടി ചേർത്ത് ജപിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഹ്രീമും ക്ലീമും കൂടെയുള്ള മന്ത്രങ്ങൾ ഐഹികവും പാരത്രികവുമായ എന്ന് വെച്ചാൽ അങ്ങനെ ആമുഷ്മികവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിലുള്ളവർക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ഹ്രീം ചേർന്ന മന്ത്രങ്ങൾക്ക് കൂടെ തന്നെ ക്ലീം ചേർന്ന മന്ത്രങ്ങളും കൂടി പറഞ്ഞു കൊടുക്കണം. അതുപോലെ ബീജാക്ഷരി മന്ത്രങ്ങളുടെ വേറൊരു സ്വഭാവം കൂടെ ഉണ്ട്. ചില ദേവതകളുടെ മന്ത്രത്തിന് ശേഷം
ഹ ഉച്ചരിക്കണം കൃത്യമായിട്ട്. നമഹ എന്നുണ്ടെങ്കിൽ ആ ഹ വേണം. അതേപോലെ തന്നെ മറ്റ് ചില മന്ത്രങ്ങൾക്ക് വിസർഗം ഉച്ചരിക്കാൻ പാടില്ല. നമ എന്ന് തന്നെ ഉച്ചരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്നുള്ള ഒരു റിസർച്ചിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറേയേറെ പഠനം നടത്തിയപ്പോഴാണ് അറിയുന്നത് ഹ പ്രയോഗിക്കുന്നതിലും ഹ പ്രയോഗിക്കാതിരിക്കുന്നതിലും രണ്ടു തരം ഗുണങ്ങളുണ്ട് എന്നും അത് ഏതെല്ലാം മന്ത്രങ്ങളിൽ എത്രമാത്രം ആവാമെന്നും അതിലൂടെ എങ്ങനെയാണ് നമുക്ക് ഗുണം ലഭിക്കുന്നതെന്നും ഉള്ള ഒരു കണക്ക് വേറെ കിടപ്പുണ്ട്. ഒരു കണക്കെന്ന് വെച്ചാൽ എഴുതി വയ്ക്കപ്പെട്ട കണക്കല്ല. നമ്മളുടെ ബോധതലം വികസിച്ചതിനാൽ പൃച്ഛകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളുടെ ഉള്ളിൽ ഉദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് വേറെ കുറേ നിയമങ്ങളും കാരണങ്ങളും ഒക്കെ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഇതിന് കുറേ ഗുണം ചെയ്യുന്നത് സിദ്ധന്മാരും സന്യാസിമാരും ഒക്കെ വന്ന് നമുക്ക് അത് പറഞ്ഞു തരുമ്പോഴാണ്, പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ എന്നറിയുന്നത്. അപ്പോൾ ഹ്രീം ചേരുന്ന മന്ത്രത്തോടൊപ്പം തന്നെ ക്ലീം ചേരുന്ന മന്ത്രവും കൂടി ജപിച്ചാൽ മാത്രമേ സാധാരണ ഏവർക്കും കാര്യശേഷി വർദ്ധിക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായ ഉയർച്ചയും സാമ്പത്തികമായ നിലനിൽപ്പും ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടതാണ്. ബീജാക്ഷരി മന്ത്രങ്ങളിൽ നമ്മൾ മുമ്പേ പലപ്പോഴും അറിയാതെ വായിൽ വന്നു പോയ കാര്യമുണ്ട് ക്രീം എന്നൊരു മന്ത്രത്തെക്കുറിച്ച്. ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന ക്രീം വെണ്ണ എന്നുള്ള അർത്ഥത്തിലല്ല. ക്രീം എന്നുള്ളത് ഭദ്രകാളി മന്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നുണ്ട്. വെറുതെ ക്രീം ക്രീം എന്ന് തന്നെ ജപിച്ചിരിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് വളരെ രഹസ്യ ഗ്രന്ഥങ്ങളിലാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയുന്നത്. ശ്രീം ഉണ്ട്. ഇവയ്ക്കൊക്കെ നമ്മൾക്ക് പല ശ്രേയസ്സും പ്രേയസ്സും ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ ഐം ക്ലീം ഹ്രീം ശ്രീം ഇതെല്ലാം കൂടി വരുന്ന അപൂർവം ചില മന്ത്രങ്ങളുണ്ട്. അതൊക്കെ വളരെയേറെ ഗുണകരമാണ്, എന്നാൽ വളരെയേറെ മാനസിക സമ്മർദ്ദത്തിൽ എത്തിക്കുന്ന മന്ത്രങ്ങളുമാണ്. ഇതൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വളരെ വേഗം എത്തിക്കും. ഒരുവിധംപ്പെട്ട എല്ലാ ബീജാക്ഷരങ്ങളും കൂടി ഉൾക്കൊണ്ട മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഒരുപാട് മുടക്കങ്ങൾ വരും, ചെയ്യാതിരിക്കാനുള്ള മാനസികാവസ്ഥ വരും, രോഗങ്ങൾ വരും, കഷ്ടപ്പാടുകൾ വരും, നാനാവിധ പ്രശ്നങ്ങളാൽ അത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള ഈ സമഗ്രമായിട്ടുള്ള ബീജാക്ഷരി മന്ത്രങ്ങളുള്ള ശ്ലോകം അതിന് അർഹരായ ആളുകൾ ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും.